തിരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാവുന്നു. അവസാന ദിനമാണ്. സുരേഷ് ഗോപി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എന്തുകൊണ്ട് തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം? ഇത്രയും കാലം മറ്റുള്ളവർ അവർക്ക് നിഷേധമാണ് നൽകിയെങ്കിൽ അതിന് പ്രതിവിധി ഞാനാണ് എന്നുള്ള അവരുടെ വിശ്വാസം. അതിന് ധാരണയല്ല, അതിന് രേഖകൾ ഞാൻ അവരുടെ മുന്നിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ വിശ്വാസം അർപ്പിച്ച് ഇതിലും നന്നായി അതുക്കും മേലെ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെനിക്ക് വോട്ട് ചെയ്യും. തൃശ്ശൂരിൽ ഒരു ത്രികോണ മത്സരമുണ്ടോ? ത്രികോണ മത്സരം എന്നല്ല, എത്ര പേരുണ്ട് അവരുടെ എല്ലാ മത്സരമാണ്. അങ്ങനൊന്നും ഇത് അവരും ഇവരും എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാനും ജനാധിപത്യത്തിന് നിരക്കാത്ത കമൻറ്റുകളും പറയാൻ ആർക്കും അവകാശമില്ല. എല്ലാവരും മത്സരാർത്ഥികളെല്ലാം മത്സരത്തിലാണ്. തൃശ്ശൂരിൽ കരുവന്നൂർ അതുപോലെ തന്നെ അവസാനം ഉണ്ടായ പൂരവിവാദങ്ങൾ ഇതൊക്കെ എഫക്റ്റ് ചെയ്യും തെരഞ്ഞെടുപ്പ്. പൂരത്തെ സംബന്ധിച്ച് അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയും എന്നെക്കൊണ്ട് തന്നെ അത് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങളത് അങ്ങനെ ഒരു വിഷയമാക്കാതിരിക്കും. കരുവന്നൂർ ജീവിതങ്ങളുടെ വിഷയമാണ്. അത് വിഷയം തന്നെയാണ്. അതിന് എന്ത് തന്നെയാണ് റിസൾട്ടെങ്കിലും അത് കെട്ടിപ്പൂട്ടിയിരിക്കും. സമ്പ്രദായം നിലനിൽക്കും. ശുദ്ധമായിട്ടാണെങ്കിൽ മാത്രം കള്ളക്കോലുകളെ മുഴുവൻ ഒട്ടിച്ചു കളയും, അല്ലെങ്കിൽ പുറത്ത് തള്ളും. ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഞാൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ അമിത്ഷാജി ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്. ആ വഴിക്ക് തന്നെ നടക്കും. ഈ കണക്കും ഒന്നും അറിഞ്ഞുകൂടാത്തവർ 1.5 മാസം സജീവമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തൃശ്ശൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് പുതിയ റെസ്പോൺസ് എന്തായിരുന്നു? നല്ല റെസ്പോൺസാണ്. അതിലല്ലേ ഈ കോൺഫിഡൻസ് ഇങ്ങനെ കാണുന്നില്ലേ? അത് കാണുന്നില്ലേ? അപ്പോൾ ഏതായാലും വിജയിക്കും എന്നുറപ്പ്. കഴിഞ്ഞ 5 വർഷത്തെ ഇവിടെ തൃശ്ശൂരിൽ നിന്നത് കൊണ്ടുള്ള ഒരു വലിയൊരു നേട്ടം ഉണ്ടാവും. അധ്വാനത്തിന് എപ്പോഴും ഈശ്വരൻ കൂലി തരും. ആ കൂലിയാണ് ഞാൻ വിജയമായി ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. എല്ലാവിധ ആശംസകളും. ഏതായാലും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ദിവസം എത്തുമ്പോൾ സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. റിപ്പോർട്ടർ ജയ്സൺ, തൃശ്ശൂർ.